ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? കുറച്ച് ദിവസമായി ഞാൻ വന്നിട്ട് അല്ലേ. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഇപ്പം നമുക്ക് തയ്യൽ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. തയ്യൽ ഒട്ടും അറിയില്ല, മെഷീൻ ചവിട്ടാൻ പോലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നൂല് അഴിച്ചു മാറ്റുക. നൂല് വേണ്ട കേട്ടോ, മെഷീനിൽ നൂലില്ലാതെ തന്നെ നമ്മളിങ്ങനെ ഒരു പേപ്പർ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള മെഷീൻ ഏതാണെങ്കിലും, ഇപ്പോൾ ചവിട്ടി തയ്ക്കുന്ന മെഷീനാണെങ്കിലും നമ്മൾ തയ്ക്കുമ്പോൾ നമ്മുടെ പേപ്പർ ഉണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകണം, ബാക്കോട്ട് കറങ്ങരുത്. അപ്പോൾ ചവിട്ടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ചവിട്ടി തയ്ക്കുന്ന മെഷീനാണെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചവിട്ടുമ്പോൾ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് വരാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ നമ്മൾ ചവിട്ടി അത് പ്രാക്ടീസ് ചെയ്യണം. മെഷീൻ ചവിട്ടുന്നതിനനുസരിച്ച് പേപ്പർ ഇങ്ങനെ റിട്ടേൺ ഇങ്ങനെ വരരുത്. കറക്റ്റായിട്ട് ഞാനിപ്പോൾ ഒന്ന് വലിച്ച് കാണിച്ചു തന്നതാണ്. കറക്റ്റായിട്ട് ഇതാ നമ്മൾ കൈ വെച്ച് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇതാ ഇതുപോലെ തന്നെ ഞാൻ പതുക്കെയാണ് കേട്ടോ അടിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യണവരൊന്നും സ്പീഡിൽ അടിക്കരുത്, പതുക്കെ തന്നെ അടിക്കണം. എന്നിട്ട് ഇതാ ഇതുപോലെ പേപ്പർ നീങ്ങണുണ്ടോ, ഇതുപോലെ മുന്നോട്ട് തന്നെയാണോ പോണത്, അതായത് നമ്മൾ തുണി നീങ്ങണേ പോലെ തന്നെയാണോ ഇത് പോണതെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നൂലിടരുത് കേട്ടോ. നൂലിടാതെ ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് തയ്ച്ച് നോക്കുക. ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ റിട്ടേൺ ഇങ്ങനെ തിരിഞ്ഞ് വരരുത്. അതായത് നൂലൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ. ഉടനെ നൂലിടേണ്ട ആവശ്യമില്ല കേട്ടോ. ആദ്യം തയ്ക്കുമ്പോൾ ഒട്ടും നൂലിടരുത്. നൂലിട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പൊസിഷൻ കിട്ടില്ല. ഇതിപ്പോൾ നേരെ വരണമെന്നൊന്നുമില്ല, പക്ഷേ പുറകോട്ട്, അതായത് സ്റ്റിച്ച് നേരെ വരണമെന്നില്ല, പുറകോട്ട് അടിഞ്ഞ് പേപ്പർ ഇങ്ങോട്ട് വരരുത്. അതായത് നമ്മുടെ അടുത്തേക്ക് പേപ്പർ നീങ്ങി വരരുത്. നമ്മളിൽ നിന്ന് ഇങ്ങനെ അകന്നകന്ന് പോകണം. അങ്ങനെയാണ് തയ്ക്കുമ്പോഴും നമുക്ക് വരേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ തയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യണവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ മെഷീനിൽ ഇങ്ങനെ, ഏത് മെഷീനിലാണെങ്കിലും നൂലിടാതെ പേപ്പർ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് അടിക്കുക. അപ്പോൾ പേപ്പറിലാണ് നമ്മൾ ഫസ്റ്റ് തയ്യൽ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ തയ്ച്ച് കുറേ നേരം തയ്ച്ച് കഴിയുമ്പോൾ തന്നെ ഞാനൊക്കെ തയ്ക്കാൻ പോയപ്പോഴത്തേക്കും 1-2 ദിവസം കൊണ്ടാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുത്തത്. അന്നൊക്കെ ഇങ്ങനെ ചവിട്ടി തയ്ക്കുന്ന മെഷീനായിരുന്നു. അപ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ എന്തായാലും അത് പിന്നാക്കം പോരും, തിരിഞ്ഞ് കറങ്ങും. തിരിഞ്ഞ് കറങ്ങുമ്പോഴത്തേക്ക് നൂലിടാത്തതുകൊണ്ട് കുഴപ്പമില്ല, നൂലിട്ടിട്ട് തിരിഞ്ഞ് കറങ്ങി അപ്പം നൂല് പൊട്ടും കേട്ടോ. അപ്പോൾ തിരിഞ്ഞ് കറങ്ങാതെ നമ്മളതൊന്ന് പ്രാക്ടീസാക്കി എടുക്കണം. നമ്മുടെ ചവിട്ടും പെടലും എല്ലാം ഒന്ന് കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഈ പേപ്പറിൻ്റെ സൈഡിലൊക്കെ ഒരു വരയൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ അണ്ടർലൈനൊക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അത് കീപ്പ് ചെയ്തിട്ട് നമുക്ക് നേരെ അടിക്കണം. അപ്പോഴും നൂലിടണില്ല കേട്ടോ. നമ്മൾ കണ്ടോ ആ സൈഡൊക്കെ ഒന്ന് നമുക്കിങ്ങനെ ഒരു വരയൊക്കെ ഉണ്ടാവും. പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ എന്തെങ്കിലും മാർക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ആ മാർക്കിങ്ങിലൂടെ നമുക്കിങ്ങനെ നേരെ അടിക്കാൻ ശ്രമിക്കുക. നൂലിടാതെ തന്നെ അടിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കൈവച്ച് പതുക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാതെ. കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒറ്റ ദിവസം കൊണ്ടൊന്നും നമുക്കിത് ശരിയായി കിട്ടില്ല. ശരിയാക്കണവരും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ തയ്യൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് കൺട്രോൾ ചെയ്തൊന്ന് ഇരിക്കുക. 1-2-3 ദിവസമൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്കിതിങ്ങനെ അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓരോ മാർക്കും നമ്മളിങ്ങനെ നോക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പേപ്പർ അല്ലെങ്കിൽ നോട്ട്ബുക്ക് ഉണ്ടല്ലോ, ഇരട്ട വര നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഒറ്റ വരയിട്ട നോട്ട്ബുക്ക്, ആ വരകളിലൂടെ നിങ്ങൾ അടിക്കാൻ ശ്രമിക്കുക. നൂലിടാതെ ഒന്ന് അടിക്കാൻ ശ്രമിക്കുക കേട്ടോ. കണ്ടോ, ഇതേപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാവും, നമുക്ക് നേരെ അടിക്കാൻ പറ്റുന്നുണ്ട്. ആ വര ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് അടിക്കാൻ പറ്റും കേട്ടോ. കേട്ടോ, ഇനി ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെഷീനിൽ നൂലിടുക. നൂലിടണത് പല മെഷീനിലും പല രീതിയിലാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് നൂലിടണത് കാണിക്കണില്ല കേട്ടോ. നൂലിട്ടതിന് ശേഷം ഇനി ആർക്കെങ്കിലും ഇങ്ങനത്തെ മെഷീനിൽ നൂലിടണത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത ദിവസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഈ മെഷീനിൽ ഒന്ന് നൂലിട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നൂലൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇനി നൂലിട്ടിട്ട് നമ്മൾ നേരത്തെ തയ്ച്ച ഒരു വരയുണ്ടല്ലോ, അതായത് പേപ്പറിൻ്റെ സൈഡിലുള്ള വരയോ അല്ലെങ്കിൽ ഒറ്റ വരയിട്ട പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമുക്ക് ആ നൂല് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നൂലിടുമ്പോൾ എല്ലാ മെഷീനിലും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോക്കി ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് യൂട്യൂബിൽ തന്നെ അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഞാനും മുമ്പ് പഴയ മെഷീനിലൊക്കെ നൂലിടണതൊക്കെ കാണിച്ചിട്ടുണ്ട്. എൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന മെഷീനിലൊക്കെ ഇതിലും കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എൻ്റെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീഡിയോയിലൊക്കെ ഇങ്ങനെ നൂല് കറക്റ്റായിട്ട് ഇടുന്നതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ മെഷീനിൽ നൂലിട്ടിട്ടുണ്ട്. ഞാനപ്പോൾ വര നോക്കുകയാണ് കേട്ടോ. പഴയ വരയത്തിൽ കൂടെ തന്നെ തയ്ക്കാം, അല്ലെങ്കിൽ നടക്കില്ല.
വേറെ വരയൊന്നും കാണില്ല. അപ്പം നമ്മുടെ ഈ ഒരു വരയുള്ള ഭാഗത്തൂടെ നേരെ തന്നെ ആ വരയിലൂടെ തന്നെ അടിക്കുക. അപ്പം നമ്മുടെ കണ്ണും കയ്യും എല്ലാം ഒരേ പൊസിഷനിൽ വരണം. നമ്മുടെ ആ വര നന്നായിട്ട് കീപ്പ് ചെയ്യണം. നൂലിട്ടിട്ട് നമ്മളിങ്ങനെ ഒന്ന് അടിച്ച് നോക്കാം. അപ്പോഴും നമ്മുടെ തുണി പേപ്പർ മുന്നോട്ട് തന്നെ പോകണം, പുറകോട്ട് തിരിഞ്ഞ് വരരുത് കേട്ടോ. തിരിഞ്ഞ് വന്നാലുള്ള പ്രശ്നം, മോട്ടറുള്ള മെഷീനാണെങ്കിൽ തിരിഞ്ഞ് വരില്ല കേട്ടോ. മോട്ടർ ഇല്ലാത്തതിന് മാത്രമാണ്, ഈ ചവിട്ടി തയ്ക്കുന്നതിന് മാത്രമാണ് തിരിഞ്ഞ് വരണത്. തിരിഞ്ഞ് വന്നാൽ നൂല് പൊട്ടും, പിന്നെ ബുദ്ധിമുട്ടാണ്. നൂല് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കോർക്കാനൊക്കെ നടക്കണ്ടേ. അപ്പോൾ നമ്മൾ പേപ്പർ മാറ്റി ഇനി ഒരു തുണി എടുക്കാം. തുണിതാ സ്ക്വയറായിട്ട് ഞാൻ ഒരു ടവലിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ പുതിയ തുണിയൊന്നും എടുക്കണമെന്നില്ല കേട്ടോ. നമ്മുടെ പഴയ മുണ്ടിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ നൈറ്റിയുടെ കഷ്ണമോ ഇങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ 4 സ്ക്വയറായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ടവലിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു 12 ഇഞ്ച് വീതി 12 ഇഞ്ച് നീളത്തിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനതാ നേരിയതായിട്ടൊന്നും മടക്കരുത്. ആദ്യം നമ്മൾ തയ്ച്ച് തുടങ്ങണം. അപ്പോൾ അര ഇഞ്ച് മടക്കിയതിന് ശേഷം നമുക്ക്, അതായത് ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി പിന്നെ ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ടാണ് നമ്മൾ അടിക്കുമ്പോൾ ആ മടക്ക് വരുന്ന ഭാഗത്ത് തന്നെ സ്റ്റിച്ച് വീഴാൻ ശ്രമിക്കുക. വളരെ പതുക്കെ അടിക്കുക. ധൃതി കൂട്ടി വെപ്രാളം പിടിച്ചൊന്നും അടിക്കരുത്. ക്ഷമയോടുകൂടെ തന്നെ അടിക്കുക. തയ്യൽ പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്പീഡ് കൂട്ടരുത്, അതാണ് കേട്ടോ. പിന്നെ നമുക്ക് മടക്കുമ്പോൾ ആ ഒരു കറക്റ്റ് ലെവൽ കിട്ടണില്ലെങ്കിൽ ടേപ്പ് വെച്ചിട്ട് 1/2 ഇഞ്ചാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ കോട്ടൺ മെറ്റീരിയൽ എടുക്കുക. തയ്യൽ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കോട്ടൺ മെറ്റീരിയൽ എടുത്തിട്ട് പഠിക്കാൻ നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. യൂസ്ഫുൾ വീഡിയോ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തും കൊടുക്കുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ ഒട്ടും മറന്നു പോകരുതേ. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ടൈലറിങ് ക്ലാസ്സിൻ്റെ നമ്പറാണ് ഞാൻ മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ തയ്യൽ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട് വാട്സപ്പിലൂടെ. ആർക്കെങ്കിലും തയ്യൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു സൈഡ് അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ അടുത്ത സൈഡും അടിക്കാം. അപ്പോൾ വെറും 1000 രൂപ കൊണ്ട് 2 മാസം കൊണ്ട് തയ്യൽ മുഴുവൻ ഞാൻ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സും ഉണ്ട്. ആർക്കെങ്കിലും തയ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിലും വെച്ചേക്കാം കേട്ടോ. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. ഓക്കെ, പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ, അല്ലെങ്കിൽ എന്നെ വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ നമ്പർ. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡും അടിച്ചു. അപ്പോൾ 4 സൈഡും ഇങ്ങനെ നിർത്തിയാനായിട്ട് അടിക്കണതല്ലാതെ പിന്നെ മടക്കി കൊടുക്കുകയല്ല. അപ്പോൾ നമ്മൾ ഒരു സൈഡ് അടിച്ചു, പിന്നെ ഇപ്പുറത്തെ സൈഡ് അടിച്ചു, അങ്ങനെ 4 സൈഡും നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ 4 സൈഡും ഞാൻ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, തയ്യൽ പഠിക്കണവർക്ക് ഇത് സംഭവം തന്നെയാണ്. ഫസ്റ്റ് ടൈമൊക്കെ ഞാനിങ്ങനെ ഒരു ടവൽ അടിച്ചെടുത്തപ്പോൾ എനിക്കുണ്ടായ സന്തോഷം ഒന്നും പറയാനില്ലായിരുന്നു. അത്രയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഒരു ടവൽ അടിച്ച് കിട്ടിയപ്പോൾ തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം. താങ്ക്